മലബാറിൽ എന്തും വ്യത്യസ്തമാണ്. ഇത്തവണത്തെ ചെറിയ പെരുന്നാൾ ദിനത്തിലെ റിയൽ കേരള സ്റ്റോറിയാണ് കോഴിക്കോട്ടെ കിനാശ്ശേരി ഹൈസ്കൂൾ ഗ്രൗണ്ടിലെ ഈദ്ഗാഹ്. ക്ഷേത്രോത്സവം നടക്കുന്ന അതേ വേദിയിലാണ് പെരുന്നാൾ നമസ്കാരത്തിനുള്ള സൗകര്യവും ഒരുക്കിയത്. പള്ളിയാറക്കൽ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിന് തൊട്ടടുത്താണ് കിണാശ്ശേരി ഹൈസ്കൂൾ ഗ്രൗണ്ട്. 10 നാൾ നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിനായി മാസങ്ങൾക്ക് മുൻപേ സ്കൂൾ ഗ്രൗണ്ട് ക്ഷേത്ര കമ്മിറ്റി ബുക്ക് ചെയ്തു. ഇതിനിടെയാണ് ഈദ്ഗാഹ് എത്തിയത്. ഇതേ ഗ്രൗണ്ടിലാണ് വർഷങ്ങളായി ഈദ്ഗാഹും നടന്നുവരുന്നത്. ഉത്സവവും പെരുന്നാൾ നമസ്കാരവും 2 സമയത്തായി നടന്നു വന്നതിനാൽ പരസ്പരം വേദിയെക്കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യം 2 സംഘാടകർക്കും വന്നിട്ടില്ലായിരുന്നു. ഇത്തവണ പെരുന്നാളും ഉത്സവവും ഒരുമിച്ചെത്തി. ഈദ്ഗാഹ് ഉത്സവവേദിയിൽ തന്നെ നടത്തണമെന്ന് ആദ്യം പറഞ്ഞത് അമ്പല കമ്മിറ്റിക്കാരാണ്. ഈ ഒരു ഗ്രൗണ്ട് ഉത്സവ കമ്മിറ്റി ഓൾറെഡി 10 ദിവസത്തേക്ക് ബുക്ക് ചെയ്തതാണ്. സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു ഈദ്ഗാഹ് നടക്കാനുള്ള ഒരു ചാൻസും ഇല്ല. പക്ഷേ കമ്മിറ്റി എന്നെ ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞാണ് ഇവിടെ തന്നെ നടത്തണം എന്നുള്ളത്. ഇന്നലെ ഞാൻ പറഞ്ഞില്ല 12:30 മണിക്ക് വരെ ഇവിടെ പ്രോഗ്രാമാണ്. അതിനുശേഷം അമ്പല കമ്മിറ്റി അടക്കം ഉൾപ്പെട്ടിട്ടാണ് നമ്മളിതെല്ലാം ഈ ഒരു റീഡ് ചെയ്തിട്ടുള്ളത്. എന്തായാലും വളരെ സന്തോഷം. എല്ലാവർക്കും ഇതൊരു മാതൃക ആവട്ടെ. രാത്രി വൈകി അവസാനിച്ച ഗാനമേളയ്ക്ക് ശേഷം ഈദ്ഗാഹിനായി വേദിയൊരുക്കാൻ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും ഒപ്പം നിന്നു. മാത്രമല്ല പെരുന്നാൾ ആശംസ അറിയിക്കാൻ നേരിട്ടുമെത്തി. ഇന്നലെ രാത്രി 12 മണി വരെ ഞങ്ങളിവിടെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ പരിപാടിക്ക് ഞങ്ങളിവിടെ രാവിലെ ഇവിടെ എത്തി. ഞങ്ങൾ വിളിച്ച് കൂട്ടപ്രാർത്ഥന കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങിയാണ്. അപ്പോൾ ഇത് കഴിയണ വരെ ഞങ്ങളുണ്ടോ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളെ ഇന്ന് മുതൽ വിഷയമാണ്. അന്നദാനം ആണ്. 5000 ആളുകളോട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ അവിടെ ഉണ്ടാവും. അപ്പോൾ ഇവരെല്ലാവരും നമ്മൾ അങ്ങോട്ട് വിളിക്കും. ഇവർ ഞങ്ങളെ കൂടെ വരും. അങ്ങനെയാണ് ഞങ്ങളിവിടെ ഇത്രയും കാലം നടന്നു വരുന്നത്. ഇനിയും ഞങ്ങളുടെ ജീവനും നമ്മളെ കുട്ടികൾക്കും ഇതന്നെ ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കാലഘട്ടം ലോകത്തിനൊരു മാതൃകയാണ്. നേരത്തെ നടന്ന ഇഫ്താർ സംഗമത്തിലും ക്ഷേത്ര ഭാരവാഹികൾ ഒന്നടങ്കം പങ്കെടുത്തിരുന്നു. ക്ഷേത്രത്തിലെ അന്നദാനത്തിൽ മഹല്ല് ഭാരവാഹികളും പങ്കെടുക്കും. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.